ആരിഫിന്റെ മലം ടി വിയിൽ ഒരു ഡിബേറ്റ് കാണാനിടയായി. മലം ടി വിക്കകത്ത് നടന്ന ഡിബേറ്റാണ്. അമ്മ പോകമാണ് വിഷയം. അതിന്റെ ക്യാപ്ഷൻ പോലും അതാണ്. ഇസ്ലാമിൽ അമ്മ പോകമുണ്ട്. ഏതോ ഒരു ഹദീസ് എവിടുന്ന് അവന് കിട്ടി. ആ സാധനം കൊണ്ടാണ് അവൻ നടന്ന് പറയുന്നുണ്ട് ഇസ്ലാമിയരെല്ലാം അമ്മ പോകികളാണ്. ഈ പറയുന്ന മണ്ടനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നീ ഉൾപ്പെടെ അമ്മ പോകിയാണെന്നാണ് അതിന്റെ അർത്ഥം. നീ ഇസ്ലാം അല്ലേ? ആണ്. എക്സ് മുസ്ലിമോ വൈ മുസ്ലിമോ, നീ മുസ്ലിമാണോ? അപ്പോൾ നീ നിന്റെ അമ്മയെ ചെയ്തിട്ടുണ്ട്. ഈ യുക്തിവാദികൾക്കെല്ലാം ഇത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും യുക്തിവാദികൾ നിന്നെ നീക്കി നിർത്തിയത്. കാരണം നീ പറയുന്ന പോക്കൃത്തരം യുക്തിവാദികളുടെ തലയിലേക്ക് വന്നു വീഴുമെന്നുള്ളത് കൊണ്ടാണ് ആരിഫ് ഹുസൈനെ യുക്തിവാദികൾ നീക്കി നിർത്തിയത്. ഇപ്പൊ നടന്ന ഒരു ലിബറൽ എന്ന ആ പ്രോഗ്രാമിൽ മെയിൻ ആയിട്ടുള്ള യുക്തിവാദികൾ ആരും തന്നെ വന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഇവൻ പറയുന്ന പച്ചപ്പോക്കൃത്തത്തിന് അവർ ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്നുള്ള ബോധം കൊണ്ടാണ് പലരും മാറി നിന്നത് ആ ഫംഗ്ഷനിൽ. ഗ്രാജുവലി ഇവനെ നീക്കി നിർത്തുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ ഒരു ഫംഗ്ഷനെ എല്ലാവരും അങ്ങോട്ട് കുറേയധികം പേര് വേണ്ട എന്ന് വെച്ചത്. ഇവനിപ്പോൾ കൊണ്ടു കിടക്കുന്നത് സംഘീവാണമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന നമ്മുടെ ചാനൽ, കനം ചാനൽ. അപ്പോൾ മലൻ ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു ഹിന്ദുമത വിശ്വാസി ഇസ്ലാമിനെ അവഹേളിക്കുകയാണ്. ആ ചാനലിനെതിരെയും ആ പറഞ്ഞ വ്യക്തിക്കെതിരെയും കേസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എനിക്കറിയത്തില്ല, ഇറ്റ്സ് അൺഫോർച്യൂണേറ്റ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മതരൂപീകരണം അതൊന്നും ദൈവം ഉണ്ടാക്കിയതല്ല. ദൈവം മതം ഉണ്ടാക്കാനൊന്നും മെനക്കെട്ടില്ല. ഏത് ദൈവമാണ് മതവും കൊണ്ട് ഇറങ്ങി എന്താണ് നിന്റെ മതം എന്ന് പറഞ്ഞാൽ ഏത് ദൈവം വന്ന ഒരു ദൈവം വന്നിട്ടില്ല. മനുഷ്യനാണ് മതം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓരോ കാലാനുസൃതമായി ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. യൂണിറ്റി വേണം, ആളുകൾ ഒന്നിച്ചു ചേരണം. ഇപ്പം നമ്മളെ രാജ്യം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, രാഷ്ട്രം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? ഒരു പ്രദേശത്ത് ഒരു വിഭാഗം ജനങ്ങൾ ഒത്തുകൂടുന്നു. ആ വിഭാഗം ജനതകൾ ആ ഭാഗത്തിനെ ഇന്ന രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയും ഇത് നമ്മുടെ രാജ്യമെന്ന് അവകാശപ്പെടുകയും ചെയ്യും. ബേസിക്കലി ഭൂമി ഒന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് എല്ലാവരും ആണെന്നങ്ങ് പറയാവുന്നല്ലേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഓരോ സ്ഥലങ്ങൾ പഞ്ചായത്ത് ഇങ്ങനെ നമ്മൾ തരംതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അത്രയും ഭാഗത്തുള്ള ഇത് ഈസിയായി നടക്കുകയും കുറച്ചുകൂടെ ഈസിനെസ്. ഇപ്പം എത്രത്തോളം ഇപ്പം ദുബായി ഒക്കെ പറയുന്നത് ചെറിയ സ്ഥലമാണ്. അവിടുത്തെ അത്രയും ഭാഗം മാത്രം അവർ കെയർ ചെയ്യുന്നു. അബുദാബിയേക്കാൾ നല്ല കെയറിങ് ദുബായിക്കുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്, വളരെ ചെറിയ ജില്ലകൾ പോലും കൺസേൺ ചെയ്യും. മൊത്തം തിരുവനന്തപുരം ജില്ല അത്ര പോലും ഇല്ല ദുബായ്. അപ്പം അതുകൊണ്ട് മികവ് പുലർത്താൻ പറ്റും, അവിടുത്തെ ഭരണത്തിൽ മികവ് പുലർത്താൻ പറ്റും. ആ മികവിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ നാട്ടുപ്രദേശങ്ങളാക്കി അതിനകത്ത് ഭരണം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ കണ്ടെത്തലുകളാണ് കേട്ടോ. അത് ശരിയും തെറ്റുമൊക്കെ പലർക്കും വരാം. അപ്പം എൻ്റെ മനസ്സിലാക്കലുകളാണ്. കാലങ്ങളായി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന ചില മൂല്യബോധങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ മതത്തിലുമുണ്ട് ഈ മൂല്യങ്ങൾ. എല്ലാ മതങ്ങളും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഹദീസുകൾ നമുക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവർക്കുമുണ്ട് ഹദീസുകൾ. അത് ഞാനൊരു വലിയ ബ്രീഫ് ഇതായിട്ട് എൻ്റെ ടൈം ലൈനിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. മനുസ്മൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നുണ്ട് ഇല്ലേ? അതേപോലെ തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തെ ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണ് പുറത്തു പോകും, വേട്ടയാടും, ഭക്ഷണം കൊണ്ടുവരും. പെണ്ണത് പാകം ചെയ്യും, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ സംരക്ഷിക്കും, മൃഗങ്ങളുണ്ടാവും. അവയിൽ നിന്ന് സംരക്ഷണം വേണം. ആണും പെണ്ണും കൂടെ തൊഴിഞ്ഞു പോയാൽ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആളുണ്ടാവില്ല. അന്നത്തെ ജീവിത രീതികളും അന്നത്തെ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു പക്വതകളും അല്ലെങ്കിൽ തീരുമാനങ്ങളുമാണ് അന്നത്തെ കുടുംബ വ്യവസ്ഥയിലുള്ളത്. ആ കുടുംബ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അന്നത്തെ മതബോധങ്ങളും ഉണ്ടായിരുന്നത്. ആ മതബോധങ്ങൾ അന്നത്തെ നിയമങ്ങളായിട്ട് എഴുതപ്പെട്ടു. കാലങ്ങൾക്കിപ്പുറം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സംസ്കരണം വേണം. അത് സംസ്കാരത്തിലും വേണം, മതങ്ങളിലും വേണം, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലും വേണം. പണ്ടത്തെ രാജാവിന് നമ്മുടെ സുരക്ഷിതത്വമോ സുഖമോ ഇല്ല. ഏത് രാജാവാണ് എ സിക്കകത്ത് കിടന്നുറങ്ങുന്നത്? ഇന്ന് മിഡിൽ ക്ലാസ്സിലെ ആളുകളും എ സിയിലാണ് കിടന്നുറങ്ങുന്നത് അല്ലേ? ഏത് രാജാവിനാണ് ആ യോഗ്യത ഉണ്ടായിരുന്നത്? പണ്ടത്തെ ഇവിടുത്തെ നമ്മളെ തിരുവിതാംകൂർ കൊച്ചി രാജാവാണ് ഏറ്റവും വലിയ പണക്കാര. ഓൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ എ സി? നമ്മുടെ വീട്ടിൽ എ സി ഉണ്ട്. ഫാൻ ഉണ്ടായിരുന്നു? ഇല്ല. എൻ്റെ ബാല്യകാലത്തിൽ പോലും മിക്സി ഫേവർ അല്ല, അതൊരു വലിയ ഒരു ലക്ഷറി ആയിരുന്നു. അരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നു. ഇല്ല നമ്മൾ ഈ അരകല്ലിലേക്ക് കിടക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം എല്ലായിടത്തും ഈ മാറ്റമുണ്ട്. ഏറ്റവും കൂടുതൽ വൾഗറിസം ഉള്ളത് ഹിന്ദുമത സംസ്കാരത്തിലാണ്. അതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സമാധിയും അതിനോടനുബന്ധിച്ചു. ബ്രഹ്മാവിൽ മകളിൽ ജനിച്ച കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയും. ബ്രഹ്മാവിൻ്റെ മകളിൽ ബ്രഹ്മാവ് സെക്സ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആദം ഹവ്വയുടെ കൺസെപ്റ്റ് വരുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ സെക്സ് ചെയ്യാതെ അടുത്ത ജനറേഷൻ ഇല്ലല്ലോ. ആദവും ഹവ്വയും മാത്രമല്ലേ ഉള്ളൂ, അമ്മാവൻ്റെ മോളൊന്നും അല്ലല്ലോ. അപ്പം അതും അങ്ങനെ വരുള്ളൂ. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് ചിന്താധാരകൾ നമുക്ക് കൊണ്ടുവന്ന് അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എല്ലായിടത്തുമുള്ള ഗോത്രീയതയാണ്. ഒന്നിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അമ്മയെ ദൈവത്തിന് സമമായി പരിഗണിക്കുന്ന, അമ്മയുടെ കാൽപാദങ്ങളിൽ സ്വർഗമെന്ന് കണ്ടെത്തുന്ന ആൾക്കാരെ അവഹേളിക്കാൻ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ അവഹേളിക്കുന്ന ഇത്തരക്കാർക്കെതിരെ
കർശനമായി നടപടി വേണം. ഒരു കാര്യം പറയാം, ഭരണകർത്താക്കൾ ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഈ നീതികേടിനെതിരെ സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ സ്ത്രീ വിരുദ്ധതയാണ്. വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചാനലിനെതിരെ കർശന നടപടി എടുക്കണം. ഞാനത് ഇവിടെ പ്ലേ ചെയ്യിക്കത്തില്ല, കാരണം അത്രത്തോളം വൾഗരിസമാണ് ഈ ആരിഫ് ഹുസൈനും ജനൻ TV ഇരുന്നുകൊണ്ട് പറയുന്നത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത വളരെ മ്ലേച്ഛമായ സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ വേണ്ടി വേദി ഒരുക്കി കൊടുക്കുന്ന ഈ നമ്പ്യാരും അവന്റെ കൂട്ടാളികളെയും മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതിനെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് ഖുർആനിലായാലും ഏത് ഹദീസുകളിലായാലും ഏത് മതഗ്രന്ഥങ്ങളിലായാലും അമ്മയ്ക്കൊപ്പം ഭോഗം ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഒരു മുസ്ലിമും അത് ഫോളോ ചെയ്യുന്നില്ല. അനാവശ്യമായ നരേഷൻസ് കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് തിരിച്ചു പറയേണ്ടി വരും. ആരിഫ് ഹുസൈന് തൻ്റെ അമ്മയിൽ അമിതമായ കാമാസക്തി ഉണ്ടായിരുന്നു. ആരിഫ് ഹുസൈൻ്റെ ആ കാമാസക്തി അമ്മ അംഗീകരിക്കാത്തതിൻ്റെ ദേഷ്യമാണ് അയാൾക്ക് ഇസ്ലാമിനോടുള്ള ദേഷ്യം. ഇസ്ലാം ഒരു കാരണവശാലും അമ്മയെ ആ രീതിയിൽ നോക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിയർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വേർഡിനെ വളരെ വൾഗറായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൻ്റെ കയ്യിൽ അത് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അമ്മയുടെ ഭോഗം, അമ്മയുമായുള്ള ഭോഗം ഷിർക്കാണ്. ഷിർക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള വരികളാണ്. അത് പറയുമ്പോൾ ഉള്ള മനപ്രയാസം കൊണ്ടാണ് അത് കറക്റ്റ് വരാത്തത്. ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ്. അമ്മയെ ഭോഗിക്കുന്നത് ഒരു മുസ്ലിമിന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അമ്മയെ ഭോഗവസ്തുവായി ചിന്തിക്കുന്നത് പോലും താങ്ങാൻ പറ്റാത്തതാണ് ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം. അവനോട് മനസ്സിലാകുന്ന ഭാഷ ഇതാണ്: നീ ഈ ചെയ്യുന്ന പാപം, തെറ്റ് അമ്മയെ ഭോഗിക്കുന്നതിനെ പോലും അതിനേക്കാൾ ഭീകരമാണ് എന്നാണ് പറയുന്നത്. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും മാതൃഭോഗത്തിന് തുല്യം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൻ പലിശ കൊടുക്കാനും വാങ്ങാനും പോവില്ല, കാരണം അത് അമ്മയെ ഭോഗിക്കുന്നതിന് തുല്യമാണ്. അപ്പം ആ ജനങ്ങൾക്ക് ബോധവൽക്കരണം എന്ന രീതിയിൽ എഴുതി വെച്ചതിനെയാണ് വ്യാഖ്യാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിവർത്തനം എന്ന രീതിയിൽ ഇവരെടുത്ത് വെച്ച് അർമാദിക്കുന്നു. ഇത് ഇവരുടെ ഈ വിവർത്തന രീതിയെ കൃത്യമായി അറബിൽ വംശജനായ ഒരാൾ വന്നിരുന്ന് പറഞ്ഞാൽ തീരാവുന്ന കഴപ്പേ ഉള്ളൂ. നമ്മളൊരു വാക്ക് വായിക്കുകയാണ്, നമുക്കത് അറിയത്തില്ല. ഇനി അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പിന്നെ പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറയുന്നതിനകത്തും ഒരു വ്യത്യാസമുണ്ട്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പശുവായിരുന്ന അന്നം, പശുവിൻ്റെ പാല്, അതിൽ നിന്നെടുക്കുന്ന വെണ്ണ, അതൊക്കെ തന്നെയാണ് അവരുടെ ആഹാരം. അപ്പോൾ അതിനെ സുഖമായി വെക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതേപോലെ ബ്രാഹ്മണൻ, ദൈവത്തിന് സമമായിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്ന ബ്രാഹ്മണന്മാരാണ്. അങ്ങനെ വരുത്തി തീർത്തു. അവർക്കെന്തോ ഇവിടുത്തെ ഗവൺമെൻറ് പോലും എഴുതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ അതാണ് പറയുന്നത്. ഈ ബ്രാഹ്മണരെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവർക്കും പശുവിനും സുഖമാണെങ്കിൽ ലോകാ സമസ്തോ സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം. സ്വസ്തി പ്രജാപ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിൻ മഹേഷ ഗോ ബ്രാഹ്മണഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ്. അപ്പോൾ ആ ഒരു വരിയുടെ അവസാനത്തെ വാക്ക് പറഞ്ഞിട്ട് എല്ലാവരും ഈ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ മറ്റതും കൂടെ പറഞ്ഞത്. ആ ഒരു രീതി മാറണം. ബ്രാഹ്മണനേക്കാൾ മൂല്യമുള്ളതല്ല താഴോട്ടുള്ളവരും, താഴോട്ടുള്ളവരെക്കാൾ മൂല്യമുള്ളവരല്ല ബ്രാഹ്മണനും എന്ന് പറയുക എന്നുള്ളത് ഉത്തരവാദിത്വം. ഇപ്പുറത്തെ ഉടുപ്പിടാതെ പൂണൂലിട്ടുകൊണ്ട് കിടന്നാൽ അവനെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ധരിക്കുന്നത് തെറ്റാണ്. മത്സ്യമാംസാദികൾ വർജിച്ച് നടന്ന് ദൈവഭയം ഏതും ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ എന്ന കൺസെപ്റ്റാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. അങ്ങനെ അല്ലാതെ അവർ ദൈവകോപത്തിന് ഇടയാക്കപ്പെടുന്ന ഒരു മനുഷ്യരാണെന്നും അവരെ തൊട്ടാൽ, അവരെ ഉപദ്രവിച്ച ബ്രാഹ്മണനെ കൊന്നാൽ അത് പാപമാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ എത്രയോ പെണ്ണുങ്ങളെ കയറി ബലാത്സംഗം ചെയ്യുകയാണ്. അവനെ കൊല്ലുകയല്ല, വേറെ നിവർത്തിയില്ല. അത് പാപമാണെങ്കിൽ ആ പാപം അങ്ങ് അനുഭവിക്കുന്നത് നല്ലത്. കാരണം അവൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണ്. ബ്രാഹ്മണന്മാരാണല്ലോ അവിടെ കൊന്നത് ഗുജറാത്തിൽ. അപ്പോൾ ഈ എല്ലാ മതത്തിലും ഇത്തരം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എടുക്കാനുള്ള സങ്കോചം കൊണ്ടാണ് ഇത് പറയുമ്പോൾ നമ്മൾ പലർക്കും ഇത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം എൻ്റെ വിഷമം ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്തരം വിഷയങ്ങൾ എനിക്ക് ഇൻബോക്സിൽ കൊണ്ട് തരുന്നവർ മനസ്സിലാക്കുക. ഇതൊന്നും കേട്ടുകൊണ്ട് നിന്നാൽ സഹിക്കാനുള്ള മനക്കരുത്തില്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങളെ വക്രീകരിച്ചു കൊണ്ട് പറയുന്ന ഏത് വിഷജന്തുക്കളായാലും തുറങ്കിലടയ്ക്കാനുള്ള ഇത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളതിന് മുൻപോട്ട് വരുന്നില്ല. വരാതെ നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ റിയാക്ഷൻ ഇവനെയൊക്കെ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ വിഷയം ഞാനിത് കണ്ടിരുന്നു. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഈ ഇത്രയും വൾഗറായ രീതിയിൽ ഒരു മതത്തിനെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്ന മതത്തിലുള്ള വ്യക്തികൾ
നാളെ നിങ്ങളെയും അവഹേളിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ആരിഫ് ഹുസൈനെ അക്സെപ്റ്റ് ചെയ്യുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാം വംശജരോ അല്ലെങ്കിൽ എക്സ് മുസ്ലിമോ ആയവർ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ മാതൃഭോഗികളാണോ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൈതട്ടാം. അതേപോലെ ഈ മതവിശ്വാസത്തിനെ ഹനിക്കുമ്പോൾ പണ്ട് ബ്രഹ്മാവ് മോളിൽ കൊച്ചുണ്ടാക്കിയ കഥ ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് പറയരുത് അയ്യോ ഞങ്ങളുടെ മതത്തിനെ അവഹേളിച്ചെന്ന്. നിങ്ങൾ ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ്. ഞാനത് കൂടുതൽ പറയുന്നില്ല. ഒന്നാമത് എനിക്ക് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, അവർക്കത് വേദനിക്കും. അതുകൊണ്ട് മാത്രം പറയുന്നില്ല എന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് വിഭാഗത്തിന് അവഹേളിക്കുമ്പോഴും ഓർക്കുക, അതിനേക്കാൾ വൾഗറായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളുടെ പുസ്തകങ്ങളിലുണ്ട്, നിങ്ങളുടെ ഹദീസുകളിലുണ്ട്. വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഫോർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഞാൻ വായിച്ചതാണ്. ഋഗ്വേദം വായിച്ചാൽ മാത്രം തീരാവുന്ന കുത്തിക്കഴപ്പേ നിനക്കൊക്കെ ഉള്ളൂ. ഇരുന്നു കൊണ്ട് അവഹേളിച്ചോളൂ. നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ തന്നെയാണ് ഈ കൂട്ടർ. പ്രത്യേകിച്ച് ഈ മതവിഭാഗം എന്ന് പറയുന്നത് ആദിവാസി അല്ലെങ്കിൽ താഴ്ന്ന ജാതി വിഭാഗക്കാർ നിങ്ങളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ മതം വിട്ട് മറ്റൊരു മതത്തിൽ ചേർന്ന നിങ്ങളുടെ തന്നെ സഹോദരങ്ങളാണ്. അതിൻ്റെ ഒപ്പം ഈ രാജ്യത്തെ യഥാർത്ഥ അവകാശികളുമാണ്, നിങ്ങളല്ല. ബ്രാഹ്മണ്യവും നായരിസവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളെക്കാൾ എന്തുകൊണ്ടും അവകാശികൾ, ഈ രാജ്യത്തിൻ്റെ അവകാശികൾ അവരത്രേ എന്ന് ഞാൻ പറയും. താങ്ക് യു.